സ്കൂളൊന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ ഇങ്ങനെ കേട്ടോ എണ്ണീക്കാൻ നല്ല പോലെ വഴുകാറുണ്ട്. അങ്ങനെ ദേ ഞാനും ചിങ്കും തനിക്കുട്ടി ഞങ്ങൾ ഒരുമിച്ച് തന്നെ എണ്ണീറ്റത്. അപ്പം നേരെ പോയി രാവിലെ ദേ ഒരു ചായ വെക്കാന്ന് വിചാരിച്ചു. ഇത് സാധാരണ ചായയല്ല, ഹിബിസ്കസ് ടീ ആണ് കേട്ടോ. ഞാനിത് മുന്നേ പോസ്റ്റ് ചെയ്ത എൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കേട്ടോ. നമ്മുടെ ഹാർട്ടിനൊക്കെ നല്ലതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ തനിക്കുട്ടി ഇതേ പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഹിബിസ്കസ് ടീൻ്റെ കളർ എന്ന് പറയുന്നത്. ഇത് ഞാൻ ഊട്ടിയിൽ പോയ സമയത്ത് ഒരു അക്കേൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ്. ഒരു ടേസ്റ്റ് ഒരു പുളിപ്പ് ടേസ്റ്റാണ്, എന്നാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് നല്ലതാണ്. തനിക്കുട്ടി നോക്കി അവിടെ ആൻറ്റീൻ്റെ കയ്യിൽ നിന്ന് മറ്റേ നമ്മുടെ അമൃതം പൊടി ഇല്ലേ അതുകൊണ്ട് ഉണ്ടാക്കിയ ഉണ്ട കേട്ടോ, അത് വാങ്ങുന്നുണ്ട്. ആൾക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ എൻ്റെ മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. മീൻ വാങ്ങിയതിന് ശേഷം എനിക്ക് ഓർമ്മ വന്നത് നമുക്ക് നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ പോകാനുണ്ട്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ആ മീൻ വാങ്ങി കഴുകിയിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചു, കറി വെക്കാനൊന്നും പോയില്ല കേട്ടോ. ഈ ഒരു ഐസ് വാട്ടറിൽ ഫേസ് ഡിപ്പ് ചെയ്യുന്നത് ഞാൻ ഡെയിലി ചെയ്യാറുണ്ട് കേട്ടോ. ആദ്യമൊക്കെ ഞാൻ എന്താ ചെയ്യാന്നറിയോ, ഒരു ചെരുവെടുക്കും, അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇടും, വെള്ളം ഒഴിക്കും, മുഖം അങ്ങോട്ട് മുക്കും, ഇങ്ങനെയാണ് ചെയ്യാറ്. അതിനുശേഷമാണ് ഞാൻ എവിടെ നോക്കിയാലും ഈ ഒരു ഐസ് ബാത്ത് ബൗൾ കാണാൻ തുടങ്ങിയത്. ഇത് സിലിക്കോണിലാണ് വരുന്നത്, വളരെ ചീപ്പ് റേറ്റ് ആണ്, അതേപോലെ നമുക്കിത് റീയൂസബിളും ആണ്. നമ്മളിങ്ങനെ രാവിലെ തന്നെ നമ്മുടെ ഫേസ് ഐസ് ക്യൂബിൽ ഡിപ്പ് ചെയ്യുന്നതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇതിനെക്കുറിച്ച് അറിയുന്നവരുണ്ട്, പക്ഷെ അറിയാത്തവരുണ്ട്. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഐ പഫിനെസ് റെഡ്യൂസ് ചെയ്യാനും ആക്നി ഡിക്രീസ് ചെയ്യാനും നമ്മുടെ സ്കിൻ നല്ല ടൈറ്റൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു അടിപൊളി പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോന്റെ കമന്റ് ബോക്സിൽ ലിങ്ക് എന്ന് പറഞ്ഞ് കമന്റ് ചെയ്ത് നിങ്ങൾക്ക് ലിങ്ക് ഞാൻ ഡയറക്റ്റ് അയച്ചു തരാം. അങ്ങനെ വീട്ടിലത്തെ എല്ലാ പണികളും കഴിഞ്ഞു, ഞാൻ കുളിച്ചു, ഇനി അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇത് റെഡി ആവാട്ടോ. അപ്പോൾ സാരിയൊക്കെ പിടിച്ചിരുന്ന ചിങ്കുവാണ്. അപ്പോൾ ഞാൻ അവൻ്റെ അനുഗ്രഹിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണിക്കണം കേട്ടോ. അതിനുശേഷം ഇത് റെഡിയായി. അമ്മയൊക്കെ പിന്നെ രാവിലെ പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് പിന്നെ കുറേ പ്രൊമോഷൻസും വർക്കുകളും എല്ലാം കഴിഞ്ഞപ്പോഴേക്കും സമയം വൈകുന്നേരമായി. അങ്ങനെ ഞങ്ങളത് നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മുടെ കുടുംബക്ഷേത്രം വരുന്നത് വണ്ടൂരാണ് കേട്ടോ. നമുക്കിന് വലിയ ദൂരമൊന്നുമില്ല. അപ്പോൾ എന്തായാലും അങ്ങനെ പോണ വഴിക്ക് എനിക്ക് ഭയങ്കര ആഗ്രഹം സാരി ഇട്ടൊന്ന് ഡ്രൈവ് ചെയ്യണമെന്ന്. അങ്ങനെ കുറച്ച് ദൂരം ഞാൻ എൻ്റെ സാരി കൊടുത്ത് ഡ്രൈവ് ചെയ്ത് അങ്ങനെ നമ്മൾ നമ്മുടെ അമ്പലത്തിലെത്തി. നമ്മളിവിടെ അമ്പലത്തിലേക്ക് വന്നിട്ട് ഏകദേശം കുറേ ആയിട്ട്, എനിക്കൊന്ന് ഒരു വർഷമൊക്കെ ഇതിനൊക്കെ അപ്പുറമായിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും നമ്മളവിടെ കുറേ നേരം നിന്നു, ഭക്ഷണമൊക്കെ കഴിച്ചു, രാത്രി നേരെ വീട്ടിലേക്ക് തിരിച്ചു പോരുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഏതായാലും ഈ ഒരു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.